വാർഡ് മെമ്പർക്കെതിരെ വധഭീഷണി. ഉളിയന്നൂരിൽ വർക്ക്ഷോപ്പ് ഉടമയ്ക്കെതിരെ ജനകീയ പ്രതിഷേധം. കടുങ്ങല്ലൂർ പഞ്ചായത്തിൽ 8-ാം വാർഡ് ഉളിയന്നൂരിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന വാഹന വർക്ക്ഷോപ്പ് ഉടമ പ്രതീഷിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം നടന്നത്. പ്രദേശവാസിയായ വിധവയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ അനധികൃതമായി പ്രവർത്തിക്കുന്നതും പരിസര മലിനീകരണം നടത്തുന്നതുമായ വർക്ക്ഷോപ്പ് അടച്ചുപൂട്ടണമെന്ന ഉടമയുടെയും പരിസരവാസികളുടെയും ആവശ്യത്തിൽ വാർഡ് മെമ്പർ മധ്യശ്രമം നടത്തിയതാണ് വധഭീഷണിക്ക് കാരണമെന്ന് പറയുന്നു. നാട്ടിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമാണ് നമുക്ക് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. നമ്മളിന്ന് മീഡിയകളിൽ കണ്ടത് ഒരു നായ ഇളകിയിട്ട് 6-ൽ പരം ആളുകളെ കടിച്ചു എന്നുള്ള വാർത്തയാണ് കേട്ടത് എങ്കിൽ ഇന്ന് ഉളിയന്നൂരിൻ്റെ വാർത്ത കേൾക്കുന്നത് ഇതുപോലെ ഭ്രാന്തളകിയ പ്രജീഷ് എന്ന ഒരു ക്രിമിനൽ, അയാൾ നാളുകളായിട്ട് ഇവിടെ നാട്ടുകാരുമായി പല വിഷയത്തിലും അടിപിടി ഉണ്ടാകുകയും അകാരണമായി തന്നെ നാട്ടുകാരെ മർദ്ദിക്കുകയും ചെയ്ത സംഭവങ്ങളുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ അയാളുടെ തൊഴിലാളിയെ തന്നെ വലിച്ചു പുറത്താക്കിക്കൊണ്ട് മർദ്ദിച്ചത് നാട്ടുകാർ ദൃക്സാക്ഷിയാണ്. അതുകൂടാതെ പലരുമായിട്ടും നിത്യം വഴക്കാണ്. ആലുവ പോലീസിൽ തന്നെ നിരവധി പ്രാവശ്യം അയാൾക്കെതിരെ കേസുണ്ട്. ഈ നായയെ ഇനിയും അഴിച്ചുവിട്ടാൽ ഇന്ന് 6 കടിച്ച ആലപ്പുഴയിലെ നായക്കുണ്ടായ ഗതി വരാതിരിക്കാൻ അധികാരികൾ ശ്രമിച്ചാൽ നന്നായിരിക്കും എന്ന് മാത്രമാണ് നിങ്ങൾക്ക് പറയാൻ. അധികാരികൾ, ബഹുമാനപ്പെട്ട ആലുവ പോലീസ് മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ നാട്ടിൽ ഇത്തരം തെമ്മാടിത്തരം നടത്തുന്ന ക്രിമിനലുകളെ എത്രയും വേഗം അതിൻ്റെതായ ന്യായവശത്തിലൂടെ തുറങ്കിലടിച്ചുകൊണ്ട് നാട്ടിൽ സ്പർദ്ധയുണ്ടാക്കാതെ ശ്രമിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തിക്കൊണ്ട് ഈ പ്രതിഷേധത്തിന് കാരണക്കാരനായ പ്രജീഷ് എന്ന് പറയുന്ന ആ ക്രിമിനൽ ഇന്ന് ഈ സംഘത്തിലുണ്ട് എന്നും ഇതിന് മറുപടി പറയിക്കാൻ ഈ ജനങ്ങൾക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം കൂടെ ഇവൻ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ഇവനല്ല, ഇതുപോലെ ആര് വന്നാലും തടയാനുള്ള പ്രാപ്തി ഈ പ്രദേശത്തിനുണ്ട്. അതിന്റെ ചരിത്രം മനസ്സിലാക്കിയതായാണ് ഇവൻ ഇവിടെ വന്ന് കൂടി കളിക്കുന്നത് എങ്കിൽ ഇവനോട് വീണ്ടും പറയുന്നു, ഇനി നീ ഇതിന് മുതിർന്നാൽ ഇത് നിന്റെ വിനാശത്തിന്റെ കളിയായിരിക്കും. ഉണ്ടാവും. അതോടൊപ്പം തന്നെ നിങ്ങൾ ജനങ്ങളും അതോടൊപ്പം തന്നെ ഉണ്ടാവണം. ഇത്തരം ക്രിമിനലുകളെ ഒരു കാരണവശാലും നാട്ടിൽ വെച്ച് ഉറപ്പിക്കാൻ അനുവദിക്കരുത്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയിലും പരിസര മലിനീകരണം നടത്തുന്ന അനധികൃത വർക്ക്ഷോപ്പ് അടച്ചു പൂട്ടണമെന്നും വാർഡ് മെമ്പർക്കെതിരെ വധഭീഷണി മുഴക്കിയ വർക്ക്ഷോപ്പ് ഉടമയെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് ജനകീയ പ്രതിഷേധം നടന്നത്. 100 കണക്കിന് ജനങ്ങൾ പങ്കെടുത്ത പ്രതിഷേധത്തിൽ 7-ാം വാർഡ് വികസന കമ്മിറ്റി കൺവീനർ ഹാരിസ് കുന്നിക്കര അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഇടപെട്ടിട്ടും വഴങ്ങാതെ നാട്ടുകാരെ വെല്ലുവിളിക്കുന്ന ധിക്കാര നടപടിയാണ് വർക്ക്ഷോപ്പ് ഉടമ കാലങ്ങളായി നടത്തുന്നതെന്നും ഇതുമൂലം നാട്ടുകാരുമായി നിരന്തരം പ്രശ്നങ്ങൾ പതിവാണെന്നും ഇയാൾക്കെതിരെ നിരവധി പരാതികൾ പോലീസിൽ നിലനിൽക്കുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. കൂടാതെ വർക്ക്ഷോപ്പിലെത്തുന്ന വാഹന ഉടമകളുമായി നിരന്തരം പ്രശ്നങ്ങളും പതിവാണ്. ജനവാസ മേഖലയിൽ പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ മൂലം സ്ത്രീകളും കുട്ടികളും വിഷമത്തിലായ സാഹചര്യത്തിൽ സ്ഥലം ഉടമ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനിടയിലാണ് വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന മെമ്പറെ തടഞ്ഞു നിർത്തി വർക്ക്ഷോപ്പ് ഉടമ വധഭീഷണി മുഴക്കിയത്. ഭീഷണിക്കെതിരെ മെമ്പർ സിയാദ് പറമ്പത്തോടത്ത് പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. വാർഡ് മെമ്പർ സിയാദ് പറമ്പത്തോടത്ത് വർക്ക്ഷോപ്പ് വിഷയവുമായി ബന്ധപ്പെട്ട നാട്ടുകാരുടെ പരാതികൾ വിശദീകരിച്ചു. പ്രശ്നപരിഹാരത്തിനായി നിയമ പോരാട്ടം നടത്താമെന്ന പ്രതിഷേധ കൂട്ടായ്മയുടെ തീരുമാനപ്രകാരം പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചു. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.